നമസ്കാരം, ചാനൽ റെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എനിക്കൊരു ഉസ്താദിനെ പരിചയപ്പെടാൻ സാധിച്ചു. അതായത് ഉണ്ണിയപ്പം വിറ്റുകൊണ്ട്, അതായത് ഇതുപോലെ അദ്ദേഹം നിന്നുകൊണ്ട് വരുന്ന ആളുകൾ, വരുന്ന യാത്രക്കാരോട് ഇങ്ങനെ നിന്നുകൊണ്ട് അവർക്ക് അങ്ങനെ വിൽക്കുന്ന ഒരു ഉസ്താദിനെ എനിക്ക് കാണാൻ സാധിച്ചു. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ അറിയാം. എന്താണ്, എവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കച്ചവടത്തിന്റെ ആശയം വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉസ്താദിനോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പൊ എത്ര കാലമായി ഇവിടെ ഇതുപോലെ ഉണ്ണിയപ്പം വിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 3.5 വർഷമായി. 3.5 വർഷം. ഞാൻ കൊറോണന്റെ സമയത്ത് തുടങ്ങിയതാ. കൊറോണ സമയത്ത് മദ്രസം എല്ലാ സമയത്ത് മദ്രസൊക്കെ അടഞ്ഞിരുന്നു. അപ്പൊ അന്ന് താമസിച്ചിരുന്നത് വാടക വീട്ടിലായിരുന്നു. 10-13 വർഷം വാടക വീട്ടിലുണ്ടായതാ. അങ്ങനെ പെട്ടെന്ന് ഞാൻ തിരഞ്ഞെടുത്തൊരു വഴിയാണ് വീട്ടിൽ നിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി ചുട്ടിട്ട് കൊണ്ടുവന്നിട്ട് വെക്കുന്നത്. അപ്പോൾ ആദ്യകാലത്തൊക്കെ ചെറുക്കള ഭാഗത്ത് വിറ്റു. എല്ലാവരും സഹകരണമാണ്, അൽഹംദുലില്ലാ, നല്ല സഹകരണമാണ്. നല്ല പ്രതികരണം, നല്ല സഹകരണമാണ്. ഇന്നിപ്പം തന്നെ 80 പാക്കറ്റ് ഇന്ന് കൊണ്ടുവന്നു, 76 പാക്കറ്റ് ഇന്ന് കൊണ്ടുവന്നു. അതിലാകെ ഇപ്പം 4 പാക്കറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 1.5 മണിക്കൂറായിട്ടേ ഉള്ളൂ. ഇന്ന് നല്ല സഹകരണമാണ്, നല്ല ഉദുമ. ഈ റൂട്ടിലുള്ള ഇവിടെ ബാക്കലം, പാലക്കുന്ന്, നമ്മളെ പിന്നെ പള്ളിക്കര, കല്ലിങ്ങാലി ഭാഗത്തുള്ള ആൾക്കാർ, ഉദുമ നിവാസികൾ, അൽഹംദുലില്ലാ നല്ല സഹകരണമാണ്. യാത്രക്കാർ നല്ല സഹകരണമാണ്. എത്ര കൊടുന്നാലും അൽഹംദുലില്ലാ നല്ലൊരു സഹകരണം അവരിൽ നിന്നുണ്ടാകുന്നുണ്ട്. വരുന്നത് ഞാൻ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ആദൂരാണ്. ആദൂർ മഞ്ഞമ്പാറ എന്ന് പറയും. അവിടെ നിന്ന് രാവിലെ 9 മണിൻ്റെ ബസ്സിന് വീട്ടിൽ നിന്നുണ്ടാക്കും. ഇന്ന് രാത്രി ഏകദേശം ഒരു 2 മണി വരെ ചൂടും. ചൂടും പിന്നെ രാവിലെ ക്ലാസ് പോകും. നാട്ടിൽ തന്നെ അവിടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ എണീക്കലെന്ന് പറഞ്ഞാൽ പിന്നെ സ്വഭയസ്കാരത്തിന് ശേഷം പിന്നെ നമ്മൾ ഇതിന്റെ പാക്കറ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഒരു ദിവസം ആകെ 3 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ. അല്ല, അതിന്റെ ഇടയിൽ അത് നമ്മൾക്ക് ശീലമായി പോയി. എന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ ഇപ്പോ അതായത് രാത്രി 2 മണി വരെ ഉണ്ണിയപ്പം ചൂടുന്നു, 4 മണി 5 മണി ആകുമ്പോൾ എഴുന്നേൽക്കുന്നു, സുബഹി നമസ്കരിക്കുന്നു, മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നു, അത് കഴിഞ്ഞ് ഉണ്ണിയപ്പവുമായി ബസ് കയറി ഇവിടെ എത്തുന്നു. ഇത് പിന്നെ രാത്രിയാകുന്നു, വീണ്ടും ഇതേ പ്രോസസ്സ്. പിന്നെ നമ്മളൊരു ജീവിത വഴിയല്ലേ, ജീവിത മാർഗമല്ലേ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് അതൊരു ചുരുക്കി പറഞ്ഞാല് ഉറങ്ങുന്നത് അതിന്റെ ഇടയിലുള്ള ചെറിയൊരു ഒരു ദിവസം ആകെ 3 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാല് ഞാന് പിന്നെ അതായത് ഇന്നിപ്പോ തീർന്നു കഴിഞ്ഞപ്പോ നാളെ വരൂല, നാളത്തെ ഒരു ദിവസം ഗ്യാപ്പാണ്, പിന്നെ മറ്റന്നാള്. അപ്പൊ ഒരു ദിവസം ഗ്യാപ്പ് ഇടും. തീർച്ചയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാർഗമല്ലേ, നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊണ്ടുവരുന്നതാണ്. ബസ് കയറിയിട്ട് വരികയാണ്, ഇവിടെ വരും. അപ്പൊ ഇവിടെ മാത്രമല്ല, ഞാൻ ചെർക്കള ആദ്യകാലം ചെർക്കളായിരുന്നു. അപ്പൊ ചെർക്കളയിൽ നിന്ന് പിന്നെ അവിടെ റോഡ് പണിയൊക്കെ വന്നുകൊണ്ട് കുറച്ച് പാർക്കിംഗ് സൗകര്യം കുറവാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം അവിടെയും ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഇവിടെ ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവാണ്. ചുരുക്കിപ്പം ഈ തൊഴിലിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാല് ഓൾറെഡി ഒരു മദ്രസയിൽ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കുന്നു. അതെ, ഒരു മദ്രസ അധ്യാപകനാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ മേഖലയിലേക്ക് എന്നെ പ്രേരിപ്പിച്ച വസ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ 13 വർഷം വാടക വീട്ടിലുണ്ടായതാണ്. അപ്പൊ ആ വാടക വീട്ടിലുള്ള സമയത്ത് ആണ് ഈ കൊറോണ എന്ന് പറയുന്ന വലിയ മാരകമായ ഒരു, എല്ലാവർക്കും വല്ലാത്തൊരു പ്രയാസവും ബുദ്ധിമുട്ടും ആയല്ലോ. അപ്പോൾ ആ സമയത്ത് വാടകയൊക്കെ കൊടുക്കാനൊക്കെ പ്രയാസമായ സമയത്താണ് പിന്നെ ഇത് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം നമുക്ക് വീട്ടിൽ പട്ടിണിയാകാൻ പറ്റില്ലല്ലോ. നമുക്ക് കുടുംബജീവിതം, നമുക്ക് കുടുംബം പോറ്റണം, മക്കളെ നോക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഉദിച്ചു വന്നൊരു സംഭവമാണ് ഉണ്ണിയപ്പം ചുട്ട് വിറ്റാലോ എന്ന്. അൽഹംദുലില്ലാ അതങ്ങനെ സക്സസ് ആയി. ഒരു എക്സ്ട്രാ വരുമാനമായി. വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു, വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഈ യാത്രക്കാർ, അതുപോലെ തന്നെ പ്രവാസികൾ, പ്രത്യേകിച്ചും നാട്ടിലുള്ളവരും വീട്ടിലുള്ളവരും, ആണ് പെണ്ണ്, ജാതി മതഭേദമന്യേ എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ച് എന്നെ നന്നായി സഹകരിച്ചു. അഥവാ എനിക്കൊരു വീടുണ്ടാക്കി തന്നു. ഞാൻ 12-13 വർഷം വാടക വീട്ടിലായിരുന്നു താമസം. പക്ഷെ 6 മാസം കൊണ്ട് ഈ ഒരു വിൽപ്പനയോട് കൂടെ, പക്ഷെ വീടുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉണ്ണിയപ്പം ചുട്ടതല്ല, എൻ്റെ ഒരു ജീവിത മാർഗത്തിന് വേണ്ടി. അതെ, ആ സാഹചര്യം അതിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ, ഇതുപോലെ തന്നെ എല്ലാവരും വീഡിയോകളും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റുള്ളതൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ എല്ലാവരും സഹകരിച്ചു.
ഒരു വീട് എനിക്ക് ഉണ്ടാക്കി തന്നു. അങ്ങനെ ഇപ്പോൾ വീട്ടിലാണ് താമസം. വാടകയിൽ നിന്ന് മാറിയിട്ട് 2 വർഷമായി. അപ്പോൾ ആദ്യം നന്ദിയും കടപ്പാടും ഒക്കെ എനിക്ക് അറിയിക്കാനുള്ളത് അവരോടാണ്. എന്ന് വെച്ചാൽ എന്നെക്കാളും വളരെ പ്രയാസപ്പെട്ട് വീടില്ലാത്ത ഒരുപാട് പാവങ്ങളും പ്രവാസികളും നാട്ടിലും തെരുവ് കച്ചവടക്കാർ ഒരുപാടുണ്ട്. ഇന്നും വീടാവാത്തവർ ഒരുപാട് എന്നെക്കൊണ്ട് സംസാരിക്കലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവർക്കും ഒരു വീടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും. തീർച്ചയായിട്ടും അത് ഒരു പാക്കറ്റ് വിൽക്കുകയാണെങ്കിൽ എത്ര ലാഭം കിട്ടും? അത് പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഈ കച്ചവടം സംബന്ധിച്ചിടത്തോളം എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഇതൊരു പാക്കറ്റ് ആദ്യം വിറ്റിടുന്നത് 35 രൂപക്കാണ്. 35 രൂപ പോയി 40 രൂപയാക്കി. പക്ഷെ ഇപ്പോൾ 50 ആക്കി. കാരണം ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റും വില കൂടുതലാണ്. അപ്പോൾ ഏത് എ മുതൽ സെഡ് വരെ എനിക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങണം. അപ്പോൾ ഇന്നലത്തെ റേറ്റ് തന്നെ 1 കിലോ ശർക്കരയ്ക്ക് 50 രൂപയാണ്. അതുപോലെ പച്ചരി വേണം, 3-4 പാക്കറ്റ് എണ്ണ വേണം, തേങ്ങ വേണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിന് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഏകദേശം മൊത്തത്തിൽ ഒരു 1000 രൂപ മുതലുണ്ട്. അപ്പോൾ ഒരു 50 പാക്കറ്റ് കൊടുത്താൽ 2000 രൂപ തുടങ്ങി. അപ്പോൾ ഒരു 1000 രൂപ കിട്ടും. പക്ഷെ അത് ഞാൻ കരുതലില്ല. അപ്പോൾ ജനങ്ങൾ എന്നെ നന്നായി സഹകരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 50 രൂപേൻ്റെ പാക്കറ്റ് ആണെങ്കിൽ അൽഹംദുലില്ലാ എല്ലാവരും സഹകരിക്കും. അപ്പോൾ അതിൽ ഏകദേശം മാഷാ അല്ലാഹ് എനിക്ക് അതിൻ്റെ ലാഭവും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ നല്ല സഹകരണമാണ്. യാത്രക്കാർ പ്രത്യേകിച്ചും ഈ ഭാഗത്തുള്ള ആൾക്കാരും എല്ലാവരും നന്നായിട്ട് സഹകരിക്കും. നല്ല സഹകരണമാണ് അൽഹംദുലില്ലാ. ഞാൻ ഉസ്താദിന്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുത്താല് അവർ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ണിയപ്പം എത്തിക്കാൻ പറ്റുമോ അവർക്ക്? അവർക്ക് ഞാൻ എത്തിക്കലുണ്ട്. അവർ പറഞ്ഞ എത്തിക്കലുണ്ട്. അല്ല, അങ്ങനെ ഞാൻ കൊറിയർ വഴിയൊന്നും അങ്ങനെ പാർസലായിട്ട് അയക്കലില്ല. അപ്പൊ ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അവർക്ക് ഞാൻ വീട്ടിൽ നിന്ന് ചുട്ടിട്ട് ഇന്ന സ്ഥലത്തേക്ക് അവർ എത്തിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് കുറെ ദിവസത്തേക്കൊന്നും വെക്കാൻ പറ്റൂല. അതായത് പിന്നെ 2 ദിവസം ഇതിന്റെ മിനിമം. ഇപ്പൊ ഇന്നത്തെ അപ്പാണ്. ഇപ്പൊ നാളെ വൈകുന്നേരം വരെ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവും. മറ്റന്നാളാകുമ്പോൾ ചെറിയൊരു ഉറപ്പുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ. ഒറിജിനൽ അപ്പാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു മായങ്ങളും ഒരു കാര്യവും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം അത് 2 ദിവസം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. 3-ാം ദിവസം ചെറിയൊരു ഉറപ്പുണ്ടാവും. അപ്പം അത് ഞാൻ പറഞ്ഞിട്ടേ കൊടുക്കലാണ്. ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നവരാണെങ്കിലും വിദേശത്തേക്കൊന്നും കുഴപ്പമില്ല. കാരണം രാത്രി പോയാൽ അവർ 2-3-4 മണിക്കൂർ കൊണ്ട് അവിടെ എത്താറുണ്ടല്ലോ. അത് കുഴപ്പമൊന്നുമില്ല. മറ്റുള്ള കൊറിയർ വഴിയായിട്ട് നമുക്കത് കുറേ ദിവസത്തേക്കൊന്നും എത്തിക്കാൻ പറ്റുമല്ലോ. അത് കേട് വന്നു പോകും. മാഷാ അല്ലാഹ്. അള്ളാഹു തആല കബൂലാക്കട്ടെ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. നിങ്ങളുടെ സഹകരണം അള്ളാഹു പരിപൂർണമായിട്ടും കബൂലാക്കട്ടെ. എല്ലാ വിഷയത്തിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. പാക്കറ്റ് പോയല്ലോ അൽഹംദുലില്ലാ. 2 പാക്കറ്റ് പോയി. എന്തായിരുന്നു? എൻ്റെ പേര് അബ്ബാസ്. ശരിക്കും പറഞ്ഞാൽ മദ്രസ അധ്യാപകനാണല്ലേ? മദ്രസ അധ്യാപകനാണ്. എത്ര ക്ലാസ് വരെ പഠിപ്പിക്കുന്നുണ്ട്? 7 വരെ 8-9 വരെ പഠിപ്പിക്കും. അൽഹംദുലില്ലാ. തീർച്ചയായിട്ടും അൽഹംദുലില്ലാ. പിന്നെ അപ്പോൾ എല്ലാവരും വരലുണ്ട്. ഏകദേശം ആൾക്കാർ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ പെട്ടെന്ന് അൽഹംദുലില്ലാ 76-75 പാക്കറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല പോലെ സഹകരിച്ചിരുന്നു. മാഷാ അല്ലാഹ്. ഇതിപ്പോൾ ലാസ്റ്റ് പാക്കറ്റാണ്. അതുകൊണ്ട് സഹകരിച്ച യാത്രക്കാർക്ക് മുഴുവനും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. കാരണം എന്ന് വെച്ചാൽ അത് ഒരു ഉസ്താദ് എന്ന നിലക്ക് നമ്മൾ ഈ റോഡ് സൈഡിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം തോന്നിയിട്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ദുആ മാത്രം. അപ്പോൾ അള്ളാഹു എന്നെ സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു വലിയ ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷം അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉസ്താദിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഈ ഉണ്ണിയപ്പവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കച്ചവട രീതിയും അദ്ദേഹം എവിടെ നിന്ന് വരുന്നു അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളോട് അദ്ദേഹം പറഞ്ഞു. ഇനിയിപ്പോൾ ഈ ഉണ്ണിയപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉസ്താദിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഉസ്താദിന് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കത് എത്തിക്കാൻ ഉസ്താദ് ശ്രമിക്കാം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് കാസർഗോഡ് പാലക്കുന്ന് കാസർഗോഡ് കാനങ്ങാട് പോകുന്ന ഈ റൂട്ടിൽ, അതായത് ഉദുമയിലെ ഈ റോഡ്, നമ്മുടെ പഴയ സാലി ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും, നഴ്സിംഗ് ഹോമിന്റെ ഈ ഭാഗത്ത് ഇദ്ദേഹം ഉണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നേരിട്ട് വന്നുകൊണ്ട് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വലിയ രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കാം. വലിയ രീതിയിൽ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് ഉണ്ണിയപ്പം തന്നെ വിൽപ്പന കൊണ്ടും നാട്ടുകാരുടെ സഹകരണം കൊണ്ടും എല്ലാവരുടെയും സഹകരണം കൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്വന്തമായ ഒരു വീട്
ഇപ്പൊ നിലവിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിന് നിങ്ങൾ വലിയ രീതിയിലുള്ള സഹകരണങ്ങളും സപ്പോർട്ട് നൽകുക എന്ന് പറയുന്നു. സോ ദിസ് ഈസ് മാക് സൈനിങ് ഔട്ട്, ചാനൽ റെഡ്.